പൊതുവെ ഏറെക്കുറെ ആൾക്കാരും ശിവപാർവതി പ്രണയം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പ്രണയിക്കണമെങ്കിൽ അതിവരെ പോലെ പ്രണയിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് പലരും. അതെ, ശരിയാണ്. പാർവതിയെ തൻ്റെ പാതിയായി ചേർത്ത് വെച്ച് പ്രാണനായി കണ്ട മഹാദേവന്റെ പ്രണയം വാക്കുകൾക്കും അതീതമാണ്. എന്നാൽ രാധാകൃഷ്ണ പ്രണയം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു? വിവാഹം കഴിക്കാൻ കഴിയാതെ പോയതുകൊണ്ടോ? അഥവാ രണ്ട് പ്രണയിതാക്കൾക്ക് വിവാഹം കഴിക്കാൻ കഴിയാതെ പോയാൽ അതിനർത്ഥം അവരുടെ പ്രണയത്തിൽ സത്യമില്ലെന്നാണോ? വിവാഹമാണോ പ്രണയത്തിന്റെ പൂർണ്ണത? ഇപ്പോൾ ഒരുപാട് വീഡിയോസും മറ്റുമൊക്കെ രാധാകൃഷ്ണ പ്രണയത്തെ വളരെയധികം താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ ഇറങ്ങുന്നുണ്ട്. കൂടുതലും ശിവപാർവതി പ്രണയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന വീഡിയോസിലൊക്കെയും രാധാകൃഷ്ണ പ്രണയത്തെ നല്ല രീതിയിൽ ഇകഴ്ത്തുന്നതായി നമുക്ക് കാണാം. ഒരിക്കലും കൃഷ്ണനെ പോലെ അല്ല പ്രണയിക്കേണ്ടത്, മഹാദേവനെ പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാദേവന്റെ പ്രണയത്തിന്റെ പവിത്രത എത്രമാത്രം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതറിയാത്തവർ തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ രാധാകൃഷ്ണ പ്രണയത്തെ ഇകഴ്ത്തി കാണിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. മഹത്വമുള്ളത് എന്നും മഹത്വമുള്ളത് തന്നെയാണ്. അവിടെ ഒന്നിൻ്റെ മഹത്വം കുറച്ച് കാണിച്ചെങ്കിൽ മാത്രമേ മറ്റേതിൻ്റെ മഹത്വം ഉയരൂ എന്നൊന്നില്ല. ഏതിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒന്നൊന്നിനു മുകളിലുമല്ല താഴെയുമല്ല. എത്രയേറെ ഭാര്യമാരുണ്ടെങ്കിലും എന്നും കൃഷ്ണന്റെ പേരിനോട് രാധയുടെ പേര് ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിത്രങ്ങളിലാണെങ്കിൽ പോലും കണ്ണനോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും രാധയാണ്. വിവാഹം കഴിക്കാത്ത രാധയാണ് കണ്ണൻ്റെ പേരിനോട് ചേർന്നും രൂപത്തോട് ചേർന്നും എപ്പോഴും ഉള്ളത്. കൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ രാധയുടെ പേര് ഓർക്കാത്തവർ ഉണ്ടാവുകയില്ല. കൃഷ്ണനെ കുറിച്ചുള്ള ഗാനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിലൊരു പെണ്ണിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും രാധയുടെ പേരായിരിക്കും. മിക്കവാറും വെഡ്ഡിംഗ് കാർഡുകളിൽ കൂടുതലും രാധാകൃഷ്ണന്മാരുടെ ചിത്രമായിരിക്കും. വിവാഹ മണ്ഡപങ്ങളും രാധാകൃഷ്ണന്മാരുടെ ചിത്രങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് കാണാം. വിവാഹമേ കഴിച്ചിട്ടില്ലാത്ത രാധയ്ക്കും കൃഷ്ണനും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ ഇവരുടെ ബന്ധത്തിന്റെ ആഴം എത്രയുണ്ടാവണം? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്നും ഒന്നായിരിക്കാൻ മനസ്സിലെ സ്നേഹം മാത്രം മതിയെന്ന് കാണിച്ചു തന്ന രാധാകൃഷ്ണ പ്രണയം അവഗണിക്കപ്പെടേണ്ടതാണോ? ന്യൂ ജനറേഷൻ കൃഷ്ണന്റെ പ്രണയത്തെ തേപ്പ് എന്ന് പോലും വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ അജ്ഞതയെയാണ് തുറന്നു കാട്ടുന്നത്. ഇവരെ നമുക്ക് പരിചയം പുരാണകഥകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുരാണകഥകളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെ പ്രണയത്തെ വിലയിരുത്താനുള്ള അർഹതയുണ്ടാകൂ. അല്ലാത്ത പക്ഷം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ അറിവില്ലായ്മയുടെ തെളിവാണ്. ശ്രീകൃഷ്ണ പുരാണ കഥകൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ശ്രീകൃഷ്ണൻ എന്താണെന്നും രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ മഹത്വം എന്താണെന്നുമൊക്കെ വളരെ നന്നായി മനസ്സിലാകും. അത് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിലും ശ്രീകൃഷ്ണൻ എന്താണെന്നുള്ളത് ആർക്കും ആരും പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കേണ്ട ഒന്നല്ല, അത് സ്വയം മനസ്സിലാക്കേണ്ടതാണ്. കൃഷ്ണനെ അറിയുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ കൃഷ്ണ ചൈതന്യത്തിലേക്ക് നമ്മൾ തന്നെ സ്വയം ഇറങ്ങിച്ചെല്ലും. വിധിയുടെ ഇടപെടൽ മൂലം വിവാഹത്തിലെത്താതെ പോയ പ്രണയങ്ങൾ എങ്ങനെയാണ് ചതിയും വഞ്ചനയും ഒക്കെ ആകുന്നത്? പരസ്പരം സ്നേഹിച്ചതിനു ശേഷം അവസാനം ഒരാളെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ അതല്ലേ ചതി? 16,000-ൽ പരം ഭാര്യമാരുള്ള കൃഷ്ണൻ സാധിക്കുമായിരുന്നെങ്കിൽ തൻ്റെ പ്രാണനായ രാധയെ വിവാഹം കഴിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് കഴിയാതെ പോയെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുല്ലാങ്കുഴൽ നാദം കാതോർത്തുകൊണ്ട് കണ്ണൻ്റെ തോളിൽ മയങ്ങുന്ന രാധയും തൻ്റെ പ്രണയത്തെ ചേർത്ത് നിർത്തി ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് മുരളീരവം പൊഴിക്കുന്ന കണ്ണനും എന്നും അനശ്വര പ്രണയത്തിന് ഉദാഹരണം തന്നെയാണ്. ജയ് ശ്രീ രാധേ കൃഷ്ണ.